പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേഷിതരിൽ. ആദിയുഷസ്സിൻ വിജയ പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേഷിതരിൽ. ഏകരക്ഷകനാമേശുവിനെ സധീരം പ്രഘോഷിപ്പാൻ പാവനറൂഹാ നീയരുളണമേ വീണ്ടും പെന്തക്കുസ്താ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഇന്നും സാക്ഷ്യം നൽകാൻ ദൈവപിതാവേ നീ പകരണമേ വീണ്ടും പെന്തക്കുസ്താ, വീണ്ടും പെന്തക്കുസ്താ. വീണ്ടും പെന്തക്കുസ്ത. യേശുവിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഉദ്ധിതനായ യേശു ആശംസിച്ച സമാധാനം നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മളെല്ലാവരും പെന്തക്കുസ്ത തിരുനാളിന് ഒരുങ്ങുകയാണല്ലോ. അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു ധ്യാന ചിന്തയിലൂടെയാണ് ഈ സമയത്ത് നമ്മൾ കടന്നു പോകുന്നത്. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വചനങ്ങളിൽ കർത്താവ് ഇസ്രായേൽ ജനത്തോട് പറയുന്നുണ്ട്. ഒന്ന്, അവർ 3 വലിയ തിരുനാളുകൾ ആചരിക്കണം. 2, ആ തിരുനാളിന് എല്ലാ പുരുഷന്മാരും ജെറൂസലമിൽ എത്തണം. കർത്താവ് കൽപ്പിച്ച് നൽകിയ 3 തിരുനാളുകൾ ഇവയാണ്. 1, പെസഹ തിരുനാൾ, ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നുള്ള മോചനത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് അത്. 2-ാമത്തേതാണ് പെന്തക്കുസ്ത തിരുനാൾ അഥവാ വിളവെടുപ്പ് തിരുനാൾ. പെസഹ തിരുനാൾ കഴിഞ്ഞ 50-ാമത്തെ ദിവസമാണ് ഈ പെന്തക്കുസ്ത തിരുനാൾ ആചരിക്കേണ്ടത്. പെന്തക്കുസ്ത എന്ന വാക്കിൻ്റെ അർത്ഥം 50-ാമത്തത് എന്നാണ്. അപ്പോൾ പെസഹ തിരുനാൾ കഴിഞ്ഞത് 50-ാമത്തെ ദിവസം ആചരിക്കേണ്ട തിരുനാൾ, അത് വിളവെടുപ്പിൻ്റെ ഉദ്ഘാടന തിരുനാളാണ്. 3-ാമത്തെ തിരുനാളാണ് സംഭരണ തിരുനാൾ. വിളവെടുത്ത് കഴിയുമ്പോൾ, വിളവെടുപ്പ് പൂർത്തിയാകുമ്പോൾ അതിൽ സന്തോഷിച്ചും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും നടത്തുന്ന തിരുനാളാണത് സംഭരണ തിരുനാൾ. അപ്പോൾ ഈ 3 തിരുനാളുകൾക്കും എല്ലാ യഹൂദ പുരുഷന്മാരും ജെറൂസലമിൽ വരണമെന്ന് കർത്താവ് കൽപ്പിച്ചു. അങ്ങനെയാണ് യഹൂദർ ഈ 3 തിരുനാളുകളും ആചരിച്ചു കൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളിന്ന് പറയുന്ന പെന്തക്കുസ്ത സംഭവം നടക്കുന്നത്. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 1-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പെന്തക്കുസ്ത ദിവസം സമാഗതമായപ്പോൾ അവരെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. അപ്പോൾ കൊടുങ്കാറ്റടിക്കുന്ന ശബ്ദത്തോടുകൂടി പരിശുദ്ധാത്മാവ് വന്നു. പരിശുദ്ധാത്മാവ് തീ നാവുകളായി അവരോരോരുത്തരുടെ മേൽ വന്ന് വസിച്ചു. അവരെല്ലാവരും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു. കൊടുങ്കാറ്റടിക്കുന്ന ഈ ശബ്ദത്തോടുകൂടി പരിശുദ്ധാത്മാവ് വന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ആ ശബ്ദം കേട്ട് ആയിരക്കണക്കിന് യഹൂദർ ആ സിഹിയോൻ മാളികയ്ക്ക് ചുറ്റും കൂടി. കാരണം ഈ പെന്തക്കുസ്ത തിരുനാളിന് വേണ്ടി പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന അനേകം യഹൂദന്മാർ ജെറൂസലമിൽ ഉണ്ടായിരുന്നു. ഈ കൊടുങ്കാറ്റടിക്കുന്ന ശബ്ദം കേട്ട് അവരൊക്കെ തന്നെയാണ് ഇവിടെ ഓടിയെത്തിയത്.
പെന്തക്കോസ്ത കഴിഞ്ഞുള്ള അവരുടെ സംസാരത്തിൽ നമുക്കത് വ്യക്തമാണ്. അവർ പറയുന്നുണ്ട്, നമ്മൾ പല ഭാഷകൾ സംസാരിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്, പല ദേശക്കാരുണ്ട്. എന്നിട്ടും അവർ പറയുന്നത് നമുക്ക് നമ്മുടെ ഭാഷയിൽ മനസ്സിലാകുന്നല്ലോ എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. ഏതാണ്ട് 14 ഭാഷ സംസാരിച്ചിരുന്നവർ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്നവർ അവിടെ ഉണ്ടായിരുന്നു എന്നർത്ഥം. ഏതായാലുമായിട്ട് ഈ പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരുടെ മേൽ ആവസിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടായ വ്യത്യാസത്തെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് ഇവിടെ ചിന്തിക്കുന്നത്. പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരിൽ മാത്രമല്ല ഏത് വ്യക്തിയെയും അഭിഷേകം ചെയ്ത് കഴിഞ്ഞാലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ 2 തരമാണ്. 2 തരം മാറ്റങ്ങളുണ്ടാകും. ഒന്നാമത്തെ മാറ്റം പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന വ്യക്തിയിൽ തന്നെ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. രണ്ടാമത്തത് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന വ്യക്തികളിലൂടെ മറ്റുള്ളവരിൽ അഥവാ പൊതുസമൂഹത്തിൽ സഭയിൽ ഒക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. ഇത് രണ്ടും ഞാൻ ചുരുക്കമായിട്ട് വിശദീകരിക്കാൻ ശ്രമിക്കാം. ഒന്നാമത്തത് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. അതിൽ ഒന്നാമത്തത് ആത്മീയമായ ഒരു പരിവർത്തനമാണ്. ആത്മീയമായ ഒരു പരിവർത്തനം. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് നിറഞ്ഞു. അവരുടെ ദൈവവിശ്വാസം കൂടി, ദൈവസ്നേഹം വർദ്ധിച്ചു. അതുപോലെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പോൾ ആളുകൾക്ക് ദൈവവിശ്വാസം കൂടും, ദൈവസ്നേഹം കൂടും, പാപബോധമുണ്ടാകും, അനുതാപമുണ്ടാകും, മാനസാന്തരമുണ്ടാകും. നമ്മളറിയാം, ഈ കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനമൊക്കെ വളർന്ന ശേഷം അനുദപിക്കുന്നവരുടെ, കുമ്പസാരിക്കുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. കുമ്പസാരത്തിൻ്റെ ക്വാളിറ്റി തന്നെ മാറിപ്പോയി. എന്ന് വെച്ചാൽ പണ്ടൊരിക്കലും കുമ്പസാരത്തിൽ പറയാതിരുന്ന ചെറിയ പാപങ്ങൾ പോലും കണ്ടെത്തി വലിയ അനുതാപത്തോടുകൂടി കുമ്പസാരിക്കുന്ന ഒരു രീതി ഉണ്ടായി. കുമ്പസാരത്തിൻ്റെ ഫ്രീക്വൻസി കൂടി. എന്ന് വെച്ചാൽ കൂടുതൽ അടുപ്പിച്ചടുപ്പിച്ച് ആളുകൾ കുമ്പസാരിക്കാൻ തുടങ്ങി. അതുപോലെ ദിവ്യകാരുണ്യത്തോടും ദിവ്യകാരുണ്യ സ്വീകരണത്തോടുള്ള സമീപനം മാറി. ദിവ്യബലിയിൽ പങ്കെടുക്കുക ആളുകൾക്കൊരാവേശമായി. നമ്മൾ നോക്കുക, സാധാരണ ഇടദിവസങ്ങളിൽ പോലും നമ്മുടെ പള്ളികളിൽ ധാരാളം പേര് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നു. അവരെല്ലാം വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. കുർബാനയിൽ അവർ പങ്കെടുക്കുന്നത് കൂടുതൽ ഭക്തിയോടുകൂടിയാണ്, കൂടുതൽ ഒരുക്കത്തോടെയാണ് അവർ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നത്. അത് കഴിഞ്ഞവർ പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുന്നു. കുർബാനയിൽ പങ്കെടുക്കുന്നതിൻ്റെ രീതി തന്നെ മാറിപ്പോയി. ദിവ്യകാരുണ്യം സ്വീകരിക്കാനുള്ള ഒരുക്കവും അതിനുശേഷമുള്ള പ്രാർത്ഥനയുമൊക്കെ കൂടുതൽ സജീവമായി. അതുപോലെ ജപമാല ഭക്തി കൂടി, മാതാവിനോടുള്ള ഭക്തി കൂടി. ദിവസം 5ഉം 10ഉം 30ഉം ജപമാലകൾ വരെ ചൊല്ലുന്ന ആളുകൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിച്ചവരായിട്ട് നമ്മുടെ കൂട്ടത്തിലുണ്ട്. ജപമാല ഇല്ലാതിരുന്ന സ്ഥലങ്ങളിലൊക്കെ ജപമാല ചൊല്ലാൻ തുടങ്ങിയ അനുഭവങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ ആ മേഖലയിൽ വ്യത്യാസം വന്നു. ഒത്തിരി പേർക്ക് ആത്മീയമായ ഒരു തീക്ഷ്ണത കിട്ടി. കൂടുതൽ സ്വർഗോന്മുഖമായി ജീവിക്കാനുള്ള ഒരു പ്രചോദനം കിട്ടി. ആ രീതിയിൽ അവർ ജീവിക്കാൻ തുടങ്ങി. ലോകത്തോടുള്ള അവരുടെ ആസക്തി കുറഞ്ഞു. സ്ഥാനമാനങ്ങളോടുള്ള ആസക്തി കുറഞ്ഞു. എത്രയോ പേര് തനിച്ചിരുന്ന് ഒരുപാട് സമയം പ്രാർത്ഥിക്കുന്നു. വെളുപ്പിന് 3 മണിക്ക് പോലും എഴുന്നേറ്റിരുന്ന് കുടുംബങ്ങളിരുന്ന് പ്രാർത്ഥിക്കുന്നവരെന്ന് നമ്മുടെ ഇടയിലുണ്ട്. ഒരുപാട് പേര് ഉപവാസം നിയമപരമായിട്ട് നിർബന്ധമല്ലാതിരുന്നിട്ടും ആഴ്ചയിലൊന്നും ചിലപ്പോൾ അതിൽ കൂടുതലൊക്കെ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകഫലമായി അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും പ്രവർത്തിക്കാനുള്ള ശക്തി, കൃപ പലർക്കും കിട്ടി. ഇങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലൂടെ ആത്മീയ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ മനുഷ്യരിൽ, അഭിഷേകം സ്വീകരിച്ച വ്യക്തികളിൽ ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. രണ്ടാമത്തെ മാറ്റം ഈ അഭിഷേകം സ്വീകരിക്കുന്നവരുടെ മനസ്സിലാണ്. അവരിൽ പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നിറയുന്നതിൻ്റെ ഫലമായി അവരുടെ മനസ്സിലുള്ള ഒരുപാട് അസ്വസ്ഥതകൾ വിട്ടുപോകുന്നു, മുറിവുകൾക്ക് സൗഖ്യം കിട്ടുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, സൗമ്യത, ആത്മസംയമനം തുടങ്ങിയ അവരിൽ നിറയുന്നതിൻ്റെ ഫലമായി അവരിലുള്ള
ദേഷ്യം, അരിശം, വാശി, വൈരാഗ്യം, പക, പ്രതികാര ചിന്ത, മുൻകോപം, സ്വാർത്ഥത, എടുത്തുചാട്ടം, സങ്കടങ്ങൾ, ഭയം, ഉത്കണ്ഠ, ദുശീലങ്ങൾ, തഴക്കദോഷങ്ങൾ, ഇങ്ങനെയുള്ള പലതും അവരെ വിട്ടുപോവുകയാണ്. അപ്പോൾ അവരുടെ മനസ്സിൽ തന്നെ മാറ്റം വരികയാണ്. വലിയൊരു ആന്തരിക മാനസിക പരിവർത്തനം അവരുണ്ടാവുകയാണ്. അവർ കൂടുതൽ മനസ്സമാധാനം അനുഭവിച്ച്, കൂടുതൽ ആത്മീയ സന്തോഷം അനുഭവിച്ച്, കൂടുതൽ ആത്മസംയമനത്തിൽ, കൂടുതൽ പ്രാർത്ഥനയിൽ അവർ ജീവിക്കുക. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലൂടെ മനസ്സിൻ്റെ അവസ്ഥയിൽ വലിയ മാറ്റം വരുന്നു. അഭിഷേകത്തിലൂടെ കിട്ടുന്ന മൂന്നാമത്തെ ഗുണം മനുഷ്യരുടെ സ്വഭാവം തന്നെ മാറിപ്പോകുന്നു എന്നുള്ളതാണ്. പത്രോസിൻ്റെ സ്വഭാവം മാറി. പല അഭിപ്രായം പറഞ്ഞ്, ഇന്ന് പറയുന്നത് നാളെ മാറ്റിപ്പറഞ്ഞ്, ഒരു തീർച്ചയും മൂർച്ചയുമില്ലാതെ നടന്ന പത്രോസിൻ്റെ സ്വഭാവം മാറിയില്ലേ? പിന്നെ പുറകോട്ട് നോക്കാതെ യേശുവിന് വേണ്ടി ഓടുകയല്ലേ? പൗലോസിൻ്റെ സ്വഭാവം മാറിയില്ലേ? യേശു രാജ്യദ്രോഹിയാണ്, യേശു ദൈവദ്രോഹിയാണെന്ന് പറഞ്ഞു നടന്ന ആ മനുഷ്യൻ ഈ അഭിഷേകം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? പറഞ്ഞതാണ്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷപ്പെടും. പിന്നെ പറഞ്ഞ പൗലോസ്, യേശു ക്രിസ്തുവിൽ നിന്നുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്താൻ ഒരു ശക്തിക്കും സാധിക്കില്ല. പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ എന്ത് വന്നാലും ആ സ്നേഹത്തിൽ തന്നെ വേർപെടുത്താൻ സാധിക്കത്തില്ല. സ്വഭാവം മാറിപ്പോവുക. അതുപോലെ പലരിലുമുള്ള ദുശീലങ്ങൾ, പിടിവാശികൾ ഒക്കെ മാറിപ്പോകുന്നു. ഒത്തിരി പേർക്ക് ആത്മീയമായ ദാഹമുണ്ടാകുന്നു, ദൈവസ്നേഹ അനുഭവം ഉണ്ടാകുന്നു, ദൈവത്തോട് അടുക്കണമെന്ന് ആഗ്രഹമുണ്ടാകുന്നു. വഴക്കുണ്ടാക്കുന്ന സ്വഭാവങ്ങൾ മാറിപ്പോകുന്നു. അങ്ങനെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് അനേക വ്യക്തികൾക്ക് അഭിഷേകത്തിലൂടെ പുതിയ സിദ്ധികൾ കിട്ടുകയാണ്. ഇതുവരെ ജീവിതത്തിൽ ഇല്ലാതിരുന്ന നിരവധി സിദ്ധികൾ അവർക്ക് കിട്ടുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും വഴി. ഉദാഹരണം പറഞ്ഞാൽ അനേകർക്ക് ഭാഷാവരം കിട്ടുന്നു, രോഗശാന്തി വരം കിട്ടുന്നു, ദുഷ്ടാരൂപികളെ തിരിച്ചറിയാനും ബന്ധിക്കാനും ബഹിഷ്കരിക്കാനുള്ള വരം കിട്ടുന്നു, ജ്ഞാനത്തിൻ്റെ വരം, അറിവിൻ്റെ വരം, ആലോചനയുടെ വരം, ഉപദേശവരം, ഇങ്ങനെയുള്ള നിരവധി വരങ്ങളും സിദ്ധികളും അവർക്ക് കിട്ടുന്നു. ഇതുപോലെ ജീവിതത്തിൽ ഇല്ലാതിരുന്ന അനവധി നന്മകളാൽ, കൃപകളാൽ, സിദ്ധികളാൽ അവർ നിറയപ്പെടുക. പത്രോസ് തുടങ്ങി ഇതുവരെയുള്ള പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിച്ച വ്യക്തികളിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നമ്മൾ കാണുകയാണ്. അഭിഷേകത്തിലൂടെ സംഭവിക്കുന്ന മറ്റൊരു മാറ്റം ഇതാണ് ശാരീരികമായ സൗഖ്യം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലൂടെ രോഗം ഉള്ളവർക്ക് ഒരുപക്ഷെ രോഗശാന്തി കിട്ടും. നമ്മുടെ ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും ആത്മാവിനും ആവശ്യമായ എല്ലാ കൃപകളും ഒന്നിച്ചു തരാൻ കഴിവുള്ള ആളാണ് പരിശുദ്ധാത്മാവ്. ഉദാഹരണത്തിന് പരിശുദ്ധാത്മാവ് നമ്മുടെ ശരീരത്തിൽ നിറയുമ്പോൾ അത് നമുക്ക് രോഗശാന്തി തരുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ മനസ്സിൽ നിറയുമ്പോൾ അത് ആന്തരിക സൗഖ്യം തരുന്നു. ആത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹം, ആനന്ദം, സമാധാനം, ആത്മസംയമനം, സന്തോഷം എന്നിവയൊക്കെ നമ്മൾ നിറയുന്നു. ഇതേ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിൽ നിറയുമ്പോൾ ദൈവവിശ്വാസം, ദൈവസ്നേഹമൊക്കെ വളരുന്നു. ഇതേ ആത്മാവ് നമ്മുടെ ബുദ്ധിയിൽ നിറയുമ്പോൾ നമുക്ക് ജ്ഞാനം, അറിവ്, ആലോചന, വിവേകം തുടങ്ങിയവയൊക്കെ കിട്ടുന്നു. ചുരുക്കി പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന വ്യക്തി ആ വ്യക്തിയുടെ ശരീരത്തിലും മനസ്സിലും ബുദ്ധിയിലും ആത്മാവിലും സിദ്ധികളിലും എല്ലാം മാറ്റം വരികയാണ്. ഇതാണ് ചുരുക്കമായി പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലൂടെ അഭിഷേകം സ്വീകരിക്കുന്ന വ്യക്തിക്കുണ്ടാകുന്ന മാറ്റങ്ങൾ. ഇനി രണ്ടാമത്തിലേക്ക് നമുക്ക് വരാം. ഈ പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം സ്വീകരിക്കുന്ന വ്യക്തികളിലൂടെ മറ്റുള്ളവർക്ക് പൊതുസമൂഹത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ. അതിലൊന്നാമത്തെ കാര്യം ഇതാണ്, ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിക്കുന്നവർ ആത്മാവിൻ്റെ കൊയ്ത്തുത്സവം ആരംഭിക്കും. പന്തക്കുസ്ത, പഴയ നിയമത്തിലെ പന്തക്കുസ്ത ഒരു വിളവെടുപ്പ് ഉത്സവമായിരുന്നു. കൊയ്ത്ത് ആരംഭിക്കുമ്പോൾ ആദ്യഫലങ്ങൾ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു തിരുനാളായിരുന്നു അത്. ആ പന്തക്കുസ്തയാണ് അതേ ദിവസം തന്നെ പരിശുദ്ധാത്മാവ് ആത്മാക്കളുടെ കൊയ്ത്തുത്സവത്തിന് തിരഞ്ഞെടുത്തത്. അങ്ങനെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ പത്രോസ് ആദ്യത്തെ കൊയ്ത്തുത്സവം നടത്തി. പത്രോസിൻ്റെ ആ ആദ്യത്തെ ഒരൊറ്റ പ്രസംഗത്തിൽ അപ്പോൾ അവിടെ വെച്ച് 3000-ഓളം ആളുകൾ യേശുവിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ടു. അങ്ങനെ പത്രോസിൻ്റെ ആദ്യത്തെ
ആ അഭിഷേകം സ്വീകരിച്ച് കഴിഞ്ഞുള്ള പ്രസംഗത്തിലൂടെ 3000 ആത്മാക്കളെ യേശുവിന് വേണ്ടി നേടിക്കൊണ്ട് സ്വർഗത്തിന് വേണ്ടി നേടിക്കൊണ്ട് ആത്മാക്കളുടെ കൊയ്ത്തുത്സവത്തിൻ്റെ ഉദ്ഘാടനം അവിടെ നടന്നു. തുടർന്ന് ആ 3000 പേരിലൂടെ മറ്റ് അപ്പോസ്തലന്മാരിലൂടെ ഒക്കെ എത്രയോ പേര് യേശുവിലുള്ള വിശ്വാസത്തിലേക്ക്, മാനസാന്തരത്തിലേക്ക്, ദൈവാനുഭവത്തിലേക്ക് വന്നു. ആ പ്രക്രിയ ഇന്നും തുടർന്ന് നമ്മളിലെത്തി നിൽക്കുക. ആത്മാക്കളുടെ കൊയ്ത്തുത്സവം തുടർന്നുകൊണ്ടിരിക്കുക. ഇന്ന് നമ്മൾ നോക്കിക്കേ, ഈ വലിയ അഭിഷേകം കിട്ടിയ വ്യക്തികളിലൂടെ വലിയ ആത്മീയ ശുശ്രൂഷകളും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് ധാരാളമായിട്ട് കാണാൻ സാധിക്കും. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നവരിലൂടെ ഉണ്ടാകുന്ന, സമൂഹത്തിലുണ്ടാകുന്ന രണ്ടാമത്തെ ഒരു മാർഗം സാമ്പത്തിക മേഖലയിലുണ്ടാകുന്ന ചില മാറ്റങ്ങളാണ്. ഇക്കണോമിക് ഇമ്പാക്റ്റ്. ആദ്യത്തെ പെന്തക്കോസ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്നുണ്ട്, വിശ്വാസത്തിലേക്ക് വന്നവർ അവരുടെ സ്വത്ത് പങ്കുവെക്കാൻ തയ്യാറായി. അവരത് കൂട്ടായ്മയിൽ ഒന്നിച്ചു കൂട്ടി ഇല്ലാത്തവരുമായി പങ്കുവെക്കാൻ തയ്യാറായി. ആ പ്രക്രിയ ഇന്നും തുടരുന്നുണ്ട്. നമ്മൾ നോക്കുക, അറുത്ത കൈക്ക് ഉപ്പിടില്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്ന ചില മനുഷ്യർ പോലും ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ എത്രയോ ഉദാരമതികളായെന്ന് നമ്മൾ കാണുന്നുണ്ട്. വിവാഹത്തിന് സഹായം കൊടുക്കുന്നു, വിദ്യാഭ്യാസ സഹായം കൊടുക്കുന്നു, വീട് വെച്ച് സഹായിക്കുന്നു, സ്ഥലം ദാനം ചെയ്യുന്നു, വളരെയധികം ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ഒന്നും വേണ്ട, ആളുകൾ പള്ളിയിലിടുന്ന നേർച്ചയുടെ അളവ് പോലും കൂടിയിരിക്കുന്നു. എല്ലാ ഇത്തരത്തിലുള്ള നന്മകൾക്ക്, പരോപകാരങ്ങൾക്ക്, സേവനങ്ങൾക്ക് ആളുകൾ സമയം കൊടുക്കുന്നു, അവരുടെ കഴിവുകൾ ഉപയോഗിക്കുന്നു, അവരുടെ സമ്പത്ത് പങ്കുവയ്ക്കുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഒരു സാമ്പത്തിക മേഖലയിൽ കുറച്ചെങ്കിലും അസമത്വം കുറയാൻ, കുറച്ചെങ്കിലും ഇല്ലാത്തവരുടെ ജീവിതം അല്പം കൂടി മെച്ചപ്പെടുവാൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിച്ച വ്യക്തികളിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കാം. വളരെയധികം ആളുകൾ ഇതുപോലെ വലിയൊരു അഭിഷേകത്തിലേക്ക് വന്നാൽ അത് നമ്മുടെ നാട്ടിൽ, നമ്മുടെ ലോകത്തിൽ, സാമ്പത്തിക മേഖലയിൽ തന്നെ എന്തുമാത്രം വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുന്നു. നല്ലതാണ്. ചെറിയൊരു ന്യൂനപക്ഷത്തിലൂടെ തന്നെ ഇത്രയും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ ധാരാളം പേര് ഈ അനുഭവത്തിലേക്ക് വന്നാൽ സാമ്പത്തിക മേഖലയിൽ പോലും വലിയ മാറ്റങ്ങൾക്ക് അത് കാരണമായി തരും. മറ്റൊരു മാറ്റം സാമൂഹ്യ മേഖലയിലുണ്ടായ മാറ്റമാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലൂടെ സാമൂഹ്യ മേഖലയിൽ വലിയ മാറ്റങ്ങളുണ്ടായി. ഉദാഹരണം പറഞ്ഞാൽ, നാട്ടിൽ ലഹരി ഉപയോഗിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞില്ലേ? മദ്യപാനികളുടെ എണ്ണം കുറഞ്ഞില്ലേ? നാട്ടിൽ വഴക്കുണ്ടാക്കുന്നവരുടെ എണ്ണം കുറഞ്ഞില്ലേ? വീട്ടിൽ വഴക്കുണ്ടാക്കുന്നവരുടെ എണ്ണം കുറഞ്ഞില്ലേ? നാട്ടിൽ കേസ് കൊടുക്കുന്നവരുടെ എണ്ണം കുറഞ്ഞില്ലേ? ആത്മീയ തീഷ്ണതയുള്ളവരുടെ എണ്ണം കൂടിയില്ലേ? അങ്ങനെ പല വിധത്തിൽ സാമൂഹ്യ മണ്ഡലത്തിൽ മാറ്റമുണ്ടായി. വഴിതെറ്റിപ്പോയ എത്രയോ പേര് മാനസാന്തരപ്പെട്ട് തിരിച്ചു വന്നു. വഴിതെറ്റിപ്പോകാമായിരുന്ന എത്രയോ പേര് ഈ അനുഭവം കാരണം വഴിതെറ്റിപ്പോകാതിരുന്നു. എത്രയോ കുഞ്ഞുങ്ങൾ, എത്രയോ യുവജനങ്ങൾ വഴിതെറ്റിപ്പോകാതെ ഈ അനുഭവത്തിലൂടെ വന്ന കുടുംബത്തിൽ ദൈവകൃപയിൽ ജീവിക്കുന്നു. അപ്പോൾ സാമൂഹ്യ മേഖലയിലും വലിയ പരിവർത്തനങ്ങൾക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കാരണമാകും. മൂന്നാമത്, കുടുംബ അന്തരീക്ഷം മാറും. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടിയ വ്യക്തികളിലൂടെ കുടുംബാന്തരീക്ഷം മാറും. കുടുംബത്തിൽ വഴക്ക് കുറയും, കുടുംബത്തിലെ അക്രമം കുറയും, കുടുംബത്തിലെ പീഡനങ്ങൾ കുറയും, സമ്പത്തിൻ്റെ ദുരുപയോഗം കുറയും, കുറേ കൂടി വിവേകത്തോടെ സമ്പത്ത് ഉപയോഗിക്കാൻ തുടങ്ങും. കുടുംബത്തിൽ പ്രാർത്ഥന ആരംഭിക്കും. കുടുംബ പ്രാർത്ഥന എല്ലാവരും കൂടുതൽ പങ്കെടുക്കാൻ തുടങ്ങും. കുടുംബ പ്രാർത്ഥന കൂടുതൽ സജീവമാകുന്നു. ഇങ്ങനെ കുടുംബാന്തരീക്ഷത്തിൽ പോലും വലിയ മാറ്റങ്ങൾ നമ്മൾ കാണുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ് പുതിയ ധാരാളം ശുശ്രൂഷകൾ ആരംഭിച്ചു എന്നുള്ളത്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ടായപ്പോൾ ധാരാളം പുതിയ ശുശ്രൂഷകളുണ്ടായി. ഈ ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിച്ചത് പത്രോസ് അഭിഷേകം സ്വീകരിച്ച ഉടനെ എഴുന്നേറ്റ് നിന്ന് ഒന്നാം തരം ഒരു പ്രസംഗം നടത്തി. ഹൃദയത്തിൽ തട്ടുന്ന ഒരു പ്രസംഗം, അഭിഷേകം നിറഞ്ഞൊരു പ്രസംഗം. 3000 പേര് അപ്പം മാനസാന്തരപ്പെട്ട പൗലോസ് സുവിശേഷ ശുശ്രൂഷ ആരംഭിച്ചു. മറ്റെല്ലാവരും ഇതുപോലെ ആരംഭിച്ചു. അപ്പോൾ അതുപോലെ ധാരാളം പുതിയ ശുശ്രൂഷകളുടെ സഭയിൽ ആരംഭിച്ചു. ഇന്ന് നമ്മൾ നോക്കുക, നമ്മുടെ ഇടയിൽ തന്നെ ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിച്ച വ്യക്തികളിലൂടെ എന്തെല്ലാം പുതിയ ശുശ്രൂഷകൾ നമ്മുടെ ഇടയിലുണ്ടായി. ധാരാളം വചനപ്രഘോഷകർ മെത്രാന്മാരുടെ ഇടയിൽ, വൈദികരുടെ ഇടയിൽ, സിസ്റ്റേഴ്സിൻ്റെ ഇടയിൽ,
ആത്മാരുടെ ഇടയിലുണ്ടായി, കൊച്ചുകുട്ടികളുടെയും ചെറുപ്പക്കാരുടെ ഇടയിൽ ഉണ്ടായി. ഗാന ശുശ്രൂഷയ്ക്ക് പ്രത്യേക ടീമുകളുണ്ടായി, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ടീമുകളുണ്ട്, ജീസസ് യൂത്ത് മിനിസ്ട്രി ഉണ്ടായി, ക്രിസ്ത്യൻ മിനിസ്ട്രി ഉണ്ടായി, നേഴ്സസ് മിനിസ്ട്രി ഉണ്ടായി. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള നിരവധി മിനിസ്ട്രികൾ സമൂഹത്തിൽ ഉണ്ടായി. അതൊരു വലിയ മാറ്റമാണ്. മറ്റൊന്നാണ് ഒരു ഗ്രൂപ്പ് അനോയിൻറ്റിങ്. നമ്മൾ പഴയ നിയമത്തിലൊക്കെ കാണുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഒരു വ്യക്തിക്ക്, ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി ഒരു വ്യക്തിക്ക് ഒരു അഭിഷേകം കൊടുക്കുക. ഉദാഹരണത്തിന് അബ്രാഹത്തിനൊരു അഭിഷേകം കൊടുത്തു, മൂശയ്ക്കൊരു അഭിഷേകം കൊടുത്തു, ജോഷയ്ക്കൊരു അഭിഷേകം കൊടുത്തു, ദാവീദിനൊരു അഭിഷേകം കൊടുത്തു, എലിയായ്ക്കും എലീശയ്ക്കും അതുപോലെ പ്രവാചകന്മാർക്ക് ഒരു അഭിഷേകം കൊടുത്തു, നെഹ്മ്യാ പ്രവാചകന്മാർക്ക് അഭിഷേകം കൊടുത്തു. ഇതൊക്കെ ഓരോ വ്യക്തിക്ക് ഒരു അഭിഷേകം കൊടുത്ത് അവരിലൂടെ സമൂഹത്തിൽ ഒരു പുതു നന്മയുണ്ടാക്കുക. എന്നാൽ ഈ ആദ്യത്തെ പെന്തക്കോസ്താ ദിവസം നമ്മൾ കാണുന്നത് ഒരു ഗ്രൂപ്പ് അനോയിൻറ്റിങ്ങാണ്. ഇത് വെച്ചാൽ പരിശുദ്ധാത്മാവ് ഒരേ സമയത്ത് ഒത്തിരി പേരെ ഒന്നിച്ചങ്ങോട്ട് അനോയിൻറ്റ് ചെയ്യുന്നു, അഭിഷേകം ചെയ്യുന്നു. അപ്പോസ്തലന്മാരെല്ലാവരെയും ഒറ്റയടിക്ക് പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്തു. ആ അപ്പോസ്തലന്മാരിലൂടെ 3000 പേർക്ക് അഭിഷേകം കിട്ടി. ആ 3000 പേരിലൂടെ വേറെ ഒത്തിരി പേരിലേക്ക് അഭിഷേകം ചെന്നു. അങ്ങനെ ഒരു ഗ്രൂപ്പ് അനോയിൻറ്റിങ് നമ്മൾ കാണുകയാണ്. ഇന്ന് നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ ധ്യാന കേന്ദ്രങ്ങളിലൂടെ, കൺവെൻഷൻ സ്ഥലങ്ങളിലൂടെ ഒക്കെ ഒരുപാട് ഗ്രൂപ്പ് അനോയിൻറ്റിങ് നമ്മൾ കാണുകയാണ്. ഒരുപാട് പേര് വിശ്വാസത്തിലേക്ക്, പ്രാർത്ഥനയിലേക്ക്, അഭിഷേകത്തിലേക്ക് കടന്നു വരിക. അതിൻ്റെ ഫലമായിട്ട് സമൂഹത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകുക. നമുക്കിന്ന് നമ്മുടെ ആത്മീയ ശുശ്രൂഷ മേഖലയെടുത്ത് നോക്കുക. 3 തരത്തിലുള്ള ശുശ്രൂഷകളാണ് നമുക്ക് വേണ്ടത്. ഒന്ന്, വിശ്വാസത്തിൽ ഇപ്പം നിലനിൽക്കുന്നവരെ ആ വിശ്വാസത്തിൽ നിലനിർത്തുകയും അവർക്ക് വേണ്ടി ആത്മീയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുക. 2, വിശ്വാസം നഷ്ടപ്പെട്ട ഒരു കൂട്ടരുണ്ട്, വിശ്വാസം ക്ഷയിച്ച ഒരു കൂട്ടരുണ്ട്. അവരെ ഒന്ന് വിശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക, ഒരു റീ എവഞ്ചലൈസേഷൻ. വിശ്വാസം നഷ്ടപ്പെട്ടവരെ, കുറഞ്ഞവരെ ഒന്ന് തിരിച്ചു കൊണ്ടുവരിക. 3-മത്തേതാണ് ഒരു ന്യൂ എവഞ്ചലൈസേഷൻ. യേശുവിനെ കേൾക്കാത്തവർക്ക്, വിശ്വസിക്കാത്തവർക്ക് യേശുവിനെ കൊടുക്കുക. അപ്പം നിലവിലുള്ളവരെ നിലനിർത്തുക, വിശ്വാസം നഷ്ടപ്പെട്ടവരെ തിരിച്ചു കൊണ്ടുവരിക, പുതിയ ആളുകളിലേക്ക് യേശുവിനെ എത്തിക്കുക. ഇങ്ങനെ 3 തരത്തിലുള്ള ശുശ്രൂഷകൾ സഭയിൽ നടക്കണം. ഇത് നടക്കണമെങ്കിൽ പുതിയ അഭിഷേകമുള്ള ധാരാളം ആളുകൾ വേണം. ഒരു വലിയ ഗ്രൂപ്പ് അനോയിൻറ്റിങ് നടക്കണം. അവിടെ ഇവിടെയും കുറച്ച് പേർക്ക് ഈ അഭിഷേകം കിട്ടിയുള്ളൂവെങ്കിൽ അവരിലൂടെ നടക്കാവുന്ന മാറ്റങ്ങളും വ്യത്യാസങ്ങളും നന്മകളും പരിമിതപ്പെട്ടിരിക്കും. എന്നാൽ ഈ പുതിയ അഭിഷേകം സ്വീകരിച്ച ധാരാളം വൈദികർ, ധാരാളം മെഥന്മാർ, ധാരാളം സിസ്റ്റേഴ്സ്, ധാരാളം ആത്മായർ സഭ മുഴുവനുണ്ടെന്ന് വിചാരിക്കുക. അവർ പുതിയ അഭിഷേകത്തോടുകൂടി ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ വലിയ മാറ്റങ്ങളുണ്ടാകും. ഞാൻ ഓർക്കുന്നുണ്ട്, നാട്ടിൽ ക്രിസ്ത്യനിലും ജീസസ് യൂത്തിലും പ്രവർത്തിച്ച 1-2 പെൺകുട്ടികൾ കർണാടകയിൽ ഒരു അക്രൈസ്തവൻ്റെ കോളേജിൽ ഒരു ധ്യാനം സംഘടിപ്പിച്ചപ്പോൾ ആ ധ്യാനത്തിലേക്ക് 100-ലധികം പിള്ളേരെ വിളിച്ചുകൊണ്ട് വന്നു. ബാംഗ്ലൂർ ഒരു നഴ്സിംഗ് കോളേജിൽ, അക്രൈസ്തവരുടെ നഴ്സിംഗ് കോളേജിൽ ഇവിടെ ജീസസ് യൂത്ത് അനുഭവത്തോടെ ചെന്ന ഒരു പെൺകുട്ടി കാരണം എല്ലാ വർഷവും അവിടെ ധ്യാനം നടക്കുന്ന ഒത്തിരി പേര് അനുഭവത്തിലേക്ക് വരുന്നുണ്ട്. ഒരു വൈദികൻ കരിസ്മാറ്റിക് പോലെയുള്ള പ്രസ്ഥാനത്തിന് ഇഷ്ടമില്ലാതിരുന്ന ആളാണ്. ഒരിക്കൽ അദ്ദേഹം എവിടെയോ ഒരു തോന്നൽ വന്ന്, അതുപോലെ അഭിഷേകം കെട്ടി അട്ടപ്പാടി ധ്യാനിക്കാൻ പോയി. ധ്യാനം കഴിഞ്ഞ് തിരിച്ചു വന്ന് പള്ളിയിൽ രാവിലെ കുർബാനയ്ക്ക് വരുമ്പോൾ ആളുകൾ കാണുന്ന ഒരു കാര്യമുണ്ട്. അച്ഛൻ അൾത്താരയിൽ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് അതിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി കൈപിരിച്ച് കൊന്തചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത കാഴ്ച. അവരും ആ പ്രാർത്ഥനയെ കൂടി. പിറ്റേ ദിവസം നോക്കുമ്പോൾ അച്ഛൻ അങ്ങനെ ചെയ്യുന്നു, അടുത്ത ദിവസം അച്ഛൻ അങ്ങനെ ചെയ്യുന്നു. പെട്ടെന്ന് ആ ഇടവകയിലെല്ലാം വാർത്തയായി. കൂടുതൽ ആളുകൾ പള്ളി വരാൻ തുടങ്ങി. നോക്കിയേ, ആ അച്ഛനിലൂടെ ആ ഇടവകയിൽ ഒരു ഗ്രൂപ്പ് എവഞ്ചലൈസേഷൻ നടന്നു. ഇതുപോലെ അനേക വ്യക്തികളിലൂടെ ഒരു ഗ്രൂപ്പ് എവഞ്ചലൈസേഷൻ നടക്കണം. അപ്പോൾ സകലതും നവീകരിക്കപ്പെടണമെങ്കിൽ, പുതുതാക്കപ്പെടണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് ഒരുപാട് വ്യക്തികളിലേക്ക് കടന്നു വന്ന് ഒരുപാട് വ്യക്തികളെ അഭിഷേകം ചെയ്യണം. അപ്പോൾ അതിന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കണം. പരിശുദ്ധാത്മാവ് നമ്മളെ ഏറ്റെടുത്ത് നിറയാനായിട്ട് നമ്മൾ വിട്ടുകൊടുക്കണം. നമുക്കെന്ന ആവശ്യം നല്ല അഡ്മിനിസ്ട്രേറ്റേഴ്സ് മാത്രമല്ല, കൃപയുള്ള, അഭിഷേകമുള്ള നല്ല ശുശ്രൂഷകളെ കൂടി നമുക്ക് ആവശ്യമുണ്ട്.
അങ്ങനെയുള്ള ശുശ്രൂഷകർ എത്ര വ്യാപകമായിട്ട് സഭയിലുണ്ടാകുന്നുവോ അത്ര കണ്ട് സഭ നവീകരിക്കപ്പെടും, കുടുംബങ്ങൾ നവീകരിക്കപ്പെടും, വ്യക്തികൾ നവീകരിക്കപ്പെടും, സമൂഹം നവീകരിക്കപ്പെടും, ലോകം പുതുതായിത്തീരും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, അന്ന് അപ്പോസ്തലന്മാരിൽ ആവസിച്ച് ഒരു നിമിഷം കൊണ്ട് അവരെ രൂപാന്തരപ്പെടുത്തി അവർക്ക് പുതിയ ശരീരവും പുതിയ മനസ്സും പുതിയ ബോധ്യങ്ങളും പുതിയ ശുശ്രൂഷകളെല്ലാം നൽകി വലിയ ഗ്രൂപ്പ് അനോയിൻറ്റിങ്ങിലൂടെ സഭയെ സ്ഥാപിക്കുകയും പടുത്തുയർത്തുകയും ചെയ്തു. അവർ വഴി അനേകർക്ക് ആത്മീകവും ഭൗതികവുമായ നന്മകളുണ്ടായി. ആ പ്രക്രിയ എന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. സഭയിലൂടെ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവെ ഞങ്ങൾ അങ്ങേ സ്തുതിച്ച് ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവെ കൂടുതൽ പേർക്ക് അഭിഷേകം കൊടുത്തുകൊണ്ട് ഒരു പുതിയ പന്തക്കുസ്തയ്ക്ക് വേണ്ടി സഭയെയും ലോകത്തെയും ഒരുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ പൂരിതയായിരുന്ന പരിശുദ്ധ ദൈവമാതാവേ, ഒരു പുതിയ പന്തക്കുസ്തയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആദ്യത്തെ ഗ്രൂപ്പ് അനോയിൻറ്റിംഗ് സ്വീകരിച്ച വലിയ അഭിഷേകത്തോടെ ശുശ്രൂഷ ചെയ്ത അപ്പോസ്തലന്മാരെ സഭയിൽ ഒരു പുതിയ പന്തക്കുസ്ത ഉണ്ടാകുവാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.